നമസ്കാരം. 16ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പകൽ 10 മുതൽ 5 വരെയാണ് പോളിംഗ്. ഭാരത് രാഷ്ട്ര സമിതിയും ബിജു ജനതാദളും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചു. അകാലിദളും എത്തില്ല. മഹാരാഷ്ട്ര തമിഴ്നാട് ഗവർണറായിരുന്ന CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ്. 2002-ൽ ഭൈരോൺ സിംഗ് ഷെഖാവത്തിന് ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും രാധാകൃഷ്ണൻ എന്നാണ് വിലയിരുത്തൽ. ഷെഖാവത്തിന്റെ ഭൂരിപക്ഷം 149 ആയിരുന്നു. ഇന്ന് രാത്രി 8 മണിയോടെ ആര് ജയിച്ചെന്ന ഫലം പുറത്തുവരും. തെലങ്കാനയിലെ യൂറിയ ക്ഷാമത്തോടുള്ള സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരായ പ്രതിഷേധ സൂചകമായിട്ടാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു പറഞ്ഞത്. ലഭ്യമായിരുന്നെങ്കിൽ നൺ ഓഫ് ദി എബവ് ഓപ്ഷൻ പാർട്ടി തെരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. BRSനും BDSനും കൂടി 11 MPമാരാണുള്ളത്. ജഗ്ദീപ് ധൻഖർ ജൂലൈ 21-നാണ് രാജിവെച്ചത്. ലോക്സഭ രാജ്യസഭാ MPമാരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ. 782 നിലവിലെ ഇലക്ട്രൽ കോളേജ് സംഖ്യ. ജയിക്കാൻ 392 വോട്ട്. BJPക്ക് 341 MPമാരുണ്ട്. NDAയിൽ 426 പേരും. കണക്കുകളിൽ NDAക്ക് ജയം ഉറപ്പാണ്. എന്നാൽ ക്രോസ് വോട്ടിംഗ് സാധ്യത ഏറെയാണ്. ഇത് ആർക്ക് അനുകൂലമാകുമെന്നതാണ് ശ്രദ്ധേയം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ പാർട്ടികൾക്കാകില്ല. ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം. ഇതിന് രഹസ്യ സ്വഭാവം ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ MPമാർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. BJPയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി തെറ്റി നിൽക്കുന്ന ചില MPമാരുണ്ട്. ഇവരുടെ വോട്ട് എവിടെ വീഴുമെന്നത് നിർണായകമാണ്. ഉദാഹരണത്തിന് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ ആർക്ക് വോട്ട് ചെയ്താലും മറ്റൊരാൾക്കും അത് അറിയാനാകില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് തരൂർ വോട്ട് ചെയ്തോ എന്ന് ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല. ഇതിന് സമാനമായ നിരവധി MPമാർ പ്രതിപക്ഷത്തുണ്ട്. ഈ വോട്ടുകളെല്ലാം CP രാധാകൃഷ്ണൻ എത്തുമെന്ന് കരുതുന്ന BJPക്കാരുണ്ട്. എന്നാൽ BJPയിലെ വോട്ടുകൾ വൻതോതിൽ സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ 1-ാം നിലയിലുള്ള വസുധ ഹാളിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. പാർട്ടി വിപ്പ് ബാധകമല്ലാത്തതിനാൽ കൂറുമാറ്റ നിരോധന നിയമം പരിധിയിൽ വരില്ല. അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാമെന്നതുകൊണ്ട് തന്നെ പരമാവധി എതിർപക്ഷത്തിന്റെ വോട്ടുകൾ അടർത്തിമാറ്റാനും സ്വന്തം വോട്ടുകൾ ചോർന്നു പോകാതെ ഉറപ്പിച്ചു നിർത്താനുമുള്ള പ്രയത്നത്തിലാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ ഇരു വിഭാഗത്തിനും സ്വന്തം കരുത്ത് ചോരാതിരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിഫറൻസ് രീതിയിലാണ് വോട്ടെടുപ്പ്. ബാലറ്റ് പേപ്പർ സാധുവാകാൻ 1-ാം പ്രിഫറൻസ് വോട്ട് നിർബന്ധം. മറ്റുള്ളവ ഓപ്ഷണൽ. അക്കങ്ങളിൽ പ്രിഫറൻസ് രേഖപ്പെടുത്തണം. പൊതു തിരഞ്ഞെടുപ്പിലെ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പറ്റില്ല. പ്രിഫറൻസ് രീതിയാണ് കാരണം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിഫറൻസ് രീതി നടപ്പാക്കുന്നത്. എന്നാൽ ഇത്തവണ 2 പേർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് വോട്ടെണ്ണലിന്റെ സാങ്കേതിക നൂലാമാലകളൊന്നും ഉണ്ടാകില്ല. കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുമെന്ന് ഉറപ്പാണ്. 2 ദക്ഷിണേന്ത്യക്കാർ തമ്മിലാണ് പോരാട്ടം എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. തമിഴ്നാട് സ്വദേശിയായ RSS നേതാവ് CP രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ്. തമിഴ്നാട് BJP ഏറെ മോഹിക്കുന്ന ദക്ഷിണേന്ത്യൻ മണ്ണാണ്. അടുത്ത വർഷം നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സംസ്ഥാനവും. CP രാധാകൃഷ്ണൻ എന്ന CPRനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിലൂടെ ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ് BJPയുടെ കണക്കൂട്ടൽ. ദ്രാവിഡ മക്കളെയും RSSനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാം. പ്രാദേശികവാദത്തിനപ്പുറം രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തമിഴ്നാട് ആന്ധ്ര MPമാർ പറയുന്നത്. അതിനാൽ തന്നെ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാകുമെന്ന് ഉറപ്പാണ്.